കുന്നംകുളങ്ങരെ കുഞ്ഞുകുട്ടിയമ്മയുടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തോരു കാന്തനോരു ദീനം മല്ലാക്ഷി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ തിരുമേഴി എന്തേ ദൂരം നീടാത്തു കേളടിയല്ല ആ മണ്ണന്മാരെയൊന്നും അലക്കണില്ലേക്ക അവിടെ കാച്ചിക്കുന്ന കായാണോ ഈ ഒതളങ്ങ ഈ വരിക്കുമാങ്ങ പോലെ ഓ എന്തെങ്കിലും ആവട്ടെ നീ ഇതൊന്ന് കേള് അക്ക കല്യാണം എവിടുത്തെ കല്യാണമാണ് ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടിയല്ലമ്മ എനിക്ക് അകലത്തെ കാണണില്ല ഓ ജോഡി നോക്കാഞ്ഞിട്ട വാക്ക നമുക്ക് കിടക്കാം പള്ളിയേക്ക പിന്നെ ഇത്ര ആളും മേളവും ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി പിന്നെ പോരെ അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം തന്നെ തന്നെ പക്ഷേ അതിന്റെ പേര് വേറെയാ കല്യാണമല്ല നീ വന്ന് കിടക്ക ആരെവിടെ ഛർദിക്കണത് ചെല്ലമ്മ എന്താടി കാർത്തി ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുപോയി എന്തരടി അല്ലമ്മ എന്തരടി അല്ലമ്മ ഒന്നുമില്ല കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞു കുടിച്ചതാണ് അപ്പൊ മുതലേ ഒരു മനമറിപ്പ് നീ ഇന്ന് ചന്തയിൽ വരണ്ട വീട്ടിൽ പോയി കട വേണ്ട എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല പറഞ്ഞു കയറി പണി ഞാൻ മരുന്ന വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല എങ്ങനെ ഇരിക്കുന്നു മോളെ സാരമില്ലക്ക മാറി ആ ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലേടി ചെല്ലമ്മ എന്തോ ഇതെന്തരാണിത് ഇത് കൊള്ളാം മനുഷ്യർക്ക് വല്ലതും വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കുമല്ലേ എടി ഇങ്ങോട്ട് നോക്കാൻ പെണ്ണെ
മത്തങ്ങ എടുത്ത് ചോട്ടിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവളാ. നേര് പറയടി. അക്ക, ഞാൻ പേഴച്ചവളെ, മിണ്ടിപ്പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി നീ? ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊണ്ടു നടന്ന് ഇത്രയും നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിന് നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടയ്ക്കായി കിടക്കണം? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്കും ഉണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിന് വേണം പറഞ്ഞിട്ട്? അയ്യോ, അക്കൻ കരയണു വല്യക്ക. കാര്യായിട്ട് കറിഞ്ഞു ചാവിട്ടു. അക്ക, അക്ക, എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്ന് വല്ലതും മേടിക്കണോ? നീ പോയി കിടന്നു. പേടിക്കാനൊന്നുമില്ല. അവക്കൊരു വയറ്റ് വേദന. നീ പോയി കിടന്നു. അക്ക, ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തയും ചെമ്മണ്ടയും ഒന്നുമില്ലാത്ത ഒരു കളറിയാ ഞാൻ. അക്കനെ എന്തും പറയാം. അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ശാസിപ്പാൻ? ഗുണദോഷിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ. ഏതിനും വന്നത് വന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ. ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട. പല്ലിലും ചുട്ടിലും തൊടാതെ അണ്ണാക്കിൽ ഒഴിച്ചു. നേരത്തോടെ നേരമാകുമ്പോ രണ്ടും രണ്ട് പാത്രമാകും. വേണ്ടക്ക, നമുക്ക് കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിന് ബോധക്കേട് പറയണു? എന്നെ അതിന് തലപൊക്കി നടക്കാൻ ഒക്കൂല. എന്താ നടന്നാല് അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തൊരു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ വരുമക്ക, എന്തെങ്കിലും വരും. വരും വരും. നീ കാലം നീട്ടിയിരുന്നു. നമുക്ക് കാണാം. തങ്കപ്പ, നീയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാ ആ നസ്രാണിയെ കൊണ്ട് ആ ചെല്ലമ്മയെ പഴപ്പിച്ചത്. ഓണ്ടറേ, അനാവശ്യം സംസാരിക്കരുത്. എനിക്കതല്ല ജോലി. എല്ലാരും വാസവണ്ണനെ പോലെയാണ് വിചാരിക്കരുത്. എന്നെ പോലെ എന്ന് പറഞ്ഞ പറയണ്ട, ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന വാസവണ്ണൻ തെറ്റിദ്ധരിക്കും. കള തങ്കപ്പ, ചുമ്മാതെ ഒന്നും രണ്ടും പറയാം. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്നൊരു പെറ്റാ? ഇല്ല മേശിരി, കിടന്ന് വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കൂല്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് വിളക്കരുത് നാറാതെ. ആരുണ്ട് മേശിരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ, ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക, ഒന്നിങ്ങോട്ട് വരണം. എന്നെ
കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെങ്കിൽ ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ലാതെ. അയ്യോ എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്ക്. എല്ലാരും വരും. വേഗാട്ടെ, എനിക്ക് താമസിക്കും. എന്തിനു നോക്കി കേൾക്കണേ? പിടിച്ച് നിങ്ങളെല്ലാം കൂടെ പിടിച്ചും കൊടുക്കട്ടെ. എളുപ്പാട്ടെ. സാവധാനം. സൂക്ഷിച്ച പിടിക്കും നിങ്ങൾ. എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭചിത്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് കുട്ടി എന്താ ആണോ പെണ്ണ? ചാകുളം 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമണ്ണ? അവള് വലിയ പുള്ളിയല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ, ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനകം വരും. വരട്ടെ, ഇവിടുന്ന് ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂത്തേ. പോവാ. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു.